സംസ്ഥാനത്തെ സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് ഉടൻ പ്രതിനിധിയെ അയക്കാൻ ഗവർണറുടെ നിർദ്ദേശം. എല്ലാ സർവകലാശാലകളിലേക്കും VCമാർക്കും രാജ്ഭവൻ കത്തയച്ചു. പ്രതിനിധിയെ നൽകിയില്ലെങ്കിൽ സ്വന്തമായി സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിച്ച് VC നിയമനം നടത്തുമെന്നും ഗവർണർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ നിർദ്ദേശം അംഗീകരിക്കാത്ത നിലപാടാണ് സർവകലാശാലകൾ സ്വീകരിച്ചിരുന്നത്. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ നൽകാൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അത് അംഗീകരിച്ചിരുന്നില്ല. തുടർന്ന് സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ സർവകലാശാലകൾക്ക് കത്തയച്ചു. കേരള, MG, കുസാറ്റ്, കണ്ണൂർ, മലയാളം, KTU, അഗ്രികൾച്ചർ, ഫിഷറീസ് തുടങ്ങിയ സർവകലാശാലകളിലെ VCമാർക്കാണ് രാജ്ഭവനിൽ നിന്ന് കത്തയച്ചത്. ഒരു മാസത്തിനുള്ളിൽ യോഗം വിളിച്ചു ചേർത്ത് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ നൽകണമെന്നും അല്ലാത്തപക്ഷം സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ സ്വന്തമായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമെന്നും കത്തിൽ പറയുന്നു. ഗവർണർ സ്വന്തം നിലയ്ക്ക് VC നിയമന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി. ഇതിനിടെ കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിന് സെനറ്റ് യോഗം ഫെബ്രുവരി 16 വിളിച്ചു ചേർക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. UGC ചട്ടം ലംഘിച്ച് നിയമിച്ച കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി VCമാരുടെ ഹിയറിംഗ് ഫെബ്രുവരി 24 ഗവർണർ രാജ്ഭവനിൽ നടത്തും. ഇത് സംബന്ധിച്ച നോട്ടീസ് VCമാർക്ക് രാജ്ഭവൻ അയച്ചിട്ടുണ്ട്. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ഇവർ അയോഗ്യരാണെങ്കിലും ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഹിയറിംഗ് നടത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.